ഉച്ചക്കിട്ട എഫ്ഐആറിൽ രാത്രി വൈകി 9:00 PVN MLA ഇന്നലെ അറസ്റ്റ് ചെയ്തത്. വീട് വളഞ്ഞ് നാടകീയമായിരുന്നു പോലീസിന്റെ അറസ്റ്റ്. മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്ത അൻവറിനെ പുലർച്ചെ 3:30 തവനൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത്. ഇന്നലെ സംഭവിച്ചതിന്റെ നാൾ വഴികളിലും കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചതിൽ DMK പ്രവർത്തകർ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിലാണ് പോലീസ് നടപടി. PV അൻവർ ഉൾപ്പെടെ 11 പേർക്കെതിരെയാണ് കേസ്. പൊതുമുതൽ നശിപ്പിക്കൽ, ഗൂഢാലോചന, കലാപത്തിന് ആഹ്വാനം ചെയ്യൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതായും FIR-ൽ പരാമർശമുണ്ട്. രാത്രി 9:30 അൻവറിന്റെ ഒതായിയിലെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നാലെ നാടകീയ സംഭവങ്ങൾ. അൻവറിന് പിന്തുണയുമായി അനുയായികളും DMK പ്രവർത്തകരും തടിച്ചുകൂടി. പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിനിടെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പ്രതിഷേധിച്ചു. രാത്രി 10 മണിയോടെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന. ആശുപത്രിക്ക് പുറത്തേക്കിറങ്ങിയ PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അറസ്റ്റ് പിണറായി വിജയന്റെ മുസ്ലിം ഭീകരത, ആ മുസ്ലിം വിരുദ്ധത, അതിനപ്പുറമൊന്നുമില്ല. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയ അൻവറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വിലക്കിയ DYSP-യോട് അൻവർ കയർത്തു. മജിസ്ട്രേറ്റ് വിളിച്ചാൽ പോകില്ലേ? നിങ്ങൾ ഓവർ സ്മാർട്ട് ആവട്ടെ DYSP, മനസ്സിലായോ? നിങ്ങൾ കണ്ണൂരിനാ വരുന്നേ, മാനം കെടുക്കാൻ നിൽക്കരുത്. പരമാവധി ഗുണ്ടാഴ്ച, കണ്ണൂരിലെ ഗുണ്ടാഴ്ച എന്നോട് കാണിക്കരുത്. തമ്മാടിത്തായി കാണിക്കരുത്. തവനൂർ സെൻട്രൽ ജയിലിലേക്കുള്ള യാത്രക്കിടെ ജനങ്ങൾക്ക് വേണ്ടി ജയിലിലേക്കെന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പ്രതികരണം. ജയിലിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി അൻവറിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 2ാം തവണയും വൈദ്യപരിശോധന നടത്തി. പുലർച്ചെ 2:15 തവനൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. ന്യൂസ് ഡെസ്ക് 24.